ആദില, നൂറ, ഷാനവാസ് ഒന്ന് എണീറ്റ് നിൽക്കും. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നിങ്ങൾ 3 പേരും കൂടെ ഒരു ഗൂഢാലോചന നടത്തി ആർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ആ ബാത്റൂമിന്റെ അവിടെ വെച്ച് 3 പേരും കൂടെ പ്ലാൻ ചെയ്തു. കാലം നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. വരുമ്പോ അത് ആരായിരുന്നാ ചോദിക്കുന്നത്? അത് അക്ബറിനായിരുന്നു. അക്ബർ എന്താ ദ്രോഹം ചെയ്തോണ്ടിരിക്കുന്നത്? അക്ബർ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. ഞങ്ങൾ കാണുമ്പോ ഒന്നും കണ്ടു. സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാണ്. അതിലെന്താണ് അക്ബർ ഭയങ്കര ദ്രോഹം ചെയ്യുന്നുണ്ടോ? അത് അക്ബർക്ക് ഭയങ്കര വളച്ചൊടിച്ച് ഇങ്ങനെ കുത്തണ പോലെ പറയും ലാലേട്ട. ആദ്യം നീ നന്നാവും നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി. ആണ്, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. പിന്നെ പറയാറില്ലേ അത് ഇങ്ങോട്ട് വരുമ്പോഴാ ഞാൻ പറയുന്നത്. ഞാൻ പാവം എന്നെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ പറയുള്ളൂ എന്നൊന്നും പറയണ്ട. നിങ്ങളും പറയാറ് എല്ലാം കയ്യിൽ നിന്ന് പോവും. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അതിലെ അയാള് അടിച്ചോ? എന്റെ കയ്യിലടിച്ചായിരുന്നു. അപ്പൊ അതില ഷാനവാസ് ആയതുകൊണ്ട് മാത്രം വിട്ടു എന്ന് പറയുന്നത് എന്താ ഷാനവാസിന്റെ പ്രത്യേകത? ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. കാണണോ? ആ വീഡിയോ കാണണോ? കാണാം. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ല, എനിക്ക് കാണണം. അല്ല അതിൽ പറഞ്ഞാൽ വേണമെങ്കിൽ കാണാം. എനിക്കൊരു നിർബന്ധമില്ല. വേണ്ട, എനിക്ക് കാണണ്ട. ഫ്ലാഷ് ബാക്ക്. കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ഇത് ഞങ്ങള് ക്ലോസ് ആണ് ലാലേട്ട. അതായത് അടിച്ചതിന് ഞാൻ നോക്കി പുള്ളീനെ വളരെ തീക്ഷ്ണമായിട്ട് നോക്കി. എന്തുവായിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സീൻ ക്രിയേറ്റ് ചെയ്യില്ലേ? സീൻ എനിക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. എന്താണ് ഷാനവാസിന് പ്രത്യേകത കൊടുത്ത കാര്യം? പ്രത്യേകത ഒന്നുമില്ല. ഞാൻ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് ഇപ്പൊ അനുവിനാണെങ്കിലും ഞങ്ങൾ തല്ലി അങ്ങോട്ട് വേണം കളിക്കും. കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങളൊരു ഗെയിം കളിക്കാൻ വന്നാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ബ്രദറും സിസ്റ്ററും ഒക്കെ കളിക്കാനായിട്ടല്ല. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. അപ്പം നിങ്ങൾ അവർക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തായിട്ട് പലർക്കും തോന്നി. എന്നിട്ട് നിങ്ങൾ പറയുകയും ചെയ്തു വേറെ ആരായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല പ്രതികരിക്കുന്നത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?